നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യെസ്, ബ്രസീലിയൻ ആരാധകരും വെസ്റ്റ് ഹാം യുണൈറ്റഡിന്റെ ആരാധകരും കാത്തിരുന്ന വാർത്ത എത്തിയിരിക്കുന്നു. ലൂക്കാസ് പക്കേറ്റ കുറ്റവിമുക്തനായിരിക്കുന്നു. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറങ്ങിക്കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ അത് ഒഫീഷ്യലാവുകയാണ്. അദ്ദേഹം കളിക്കിടയിൽ മനഃപൂർവ്വം മഞ്ഞക്കാട് കണ്ട് ചില ആളുകളെ, അതായത് ബെറ്റിങ്ങിലൊക്കെ ഇടപെടുന്ന ആളുകളെ, അദ്ദേഹത്തോട് അടുത്ത ആളുകളെ സഹായിച്ചു എന്ന തരത്തിലാണ് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടായിരുന്നത്. അത് പിന്നീട് FA അന്വേഷണത്തിലേക്കും മറ്റുമൊക്കെ പോയി. ഏതായാലും ഇപ്പോ ആ നീണ്ട അന്വേഷണത്തിന് ശേഷം അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെടുമ്പോൾ അദ്ദേഹം ആശ്വാസത്തിലാണ്. പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ഒരു ട്രാൻസ്ഫറിന്റെ തൊട്ടരികിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു വിവാദം വന്നതും അദ്ദേഹത്തിന്റെ കരിയറിനത് തിരിച്ചടിയായതും. അതിനി ആര് നഷ്ടപരിഹാരം കൊടുക്കും? അതുപോലെ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഈ കാരണം കൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. മികച്ച ടാലന്റഡ് ആയിട്ടുള്ള മധ്യനിര താരമാണ് ലൂക്കാസ് പക്കേറ്റ. ആ പക്കേറ്റ ഏതായാലും ഇപ്പോ കുറ്റവിമുക്തനാക്കപ്പെടുന്നു എന്നുള്ളത് ആരാധകർക്ക് ആശ്വാസകരമായ കാര്യമാണ്. നോക്കാം നമുക്ക് വെസ്റ്റ് ഹാമിന്റെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എന്താണെന്ന്. വെസ്റ്റ് ഹാമിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു, West Ham United can confirm that an independent regulatory commission has cleared Lucas Paqueta of misconduct charges made against him by the Football Association for alleged breach of FA Rule E5. So FA Rule E5 തെറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ആരോപണവും അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള അന്വേഷണവും കഴിയുമ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ കുറ്റവിമുക്തനാക്കുന്നു. ക്ലബ്ബ് അദ്ദേഹത്തോടൊപ്പം ഈ ഒരു ഡിഫിക്കൽട്ട് പ്രോസസ്സിന്റെ തുടക്കം മുതൽ നിന്നിട്ടുള്ളതാണ്. വെസ്റ്റ് ഹാമിന്റെ വൈസ് ചെയർമാൻ കെറൻ ബ്രാഡിയുടെ സ്റ്റേറ്റ്മെന്റ് കൂടി കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഞങ്ങള് വലിയ സന്തോഷത്തിലാണ്. വി ആർ പ്ലീസ്ഡ് ലൂക്കാസ് ഹാസ് ബീൻ ക്ലിയർഡ്. അദ്ദേഹം തുടക്കം മുതൽ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ക്ലബ്ബ് അദ്ദേഹത്തോടൊപ്പം തന്നെ ഈ ഒരു ഘട്ടത്തിൽ നിൽക്കുകയുണ്ടായി. ത്രൂ ഔട്ട് ദി പ്രോസസ് ക്ലബ്ബ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മേൽ ഒരു ഇൻക്രെഡിബിൾ പ്രഷർ ഉണ്ടായിട്ടും അദ്ദേഹം ഓരോ ആഴ്ചയും ക്ലബിനു വേണ്ടി സർവ്വം സമർപ്പിച്ച് കളിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഫാമിലിക്കും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സമയമായിരുന്നു. പക്ഷേ ആബ്സല്യൂട്ട്ലി പ്രൊഫഷണൽ ആയിക്കൊണ്ട് ത്രൂ ഔട്ട് അദ്ദേഹം ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി അദ്ദേഹം മുന്നോട്ട് നോക്കുകയാണ്. എല്ലാവരും വെസ്റ്റ് ഹാമിലുള്ള എല്ലാവരും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നു എന്നാണ് വൈസ് പ്രസിഡന്റ് പറഞ്ഞത്. ഇനി വൈസ് ചെയർമാൻ പറഞ്ഞത്. ഇനി ലൂക്കാസ് പക്കേറ്റയുടെ സ്റ്റേറ്റ്മെന്റ് കൂടി നോക്കാം. അദ്ദേഹം വളരെ വികാരഭരിതനായി തന്നെ പറയുന്നുണ്ട്, ആദ്യ ദിവസം മുതൽ, ഈ ഇൻവെസ്റ്റിഗേഷന്റെ ആദ്യ ദിവസം മുതൽ ഞാൻ എൻ്റെ നിരപരാധിത്വം പറഞ്ഞുകൊണ്ടേയിരുന്നതാണ്. വലിയ എക്സ്ട്രീംലി സീരിയസ് ആയിട്ടുള്ള അക്യൂസേഷൻ ആണ് എനിക്കെതിരെ വന്നത്. എനിക്ക് കൂടുതലൊന്നും ഇപ്പം പറയാനില്ല. പക്ഷേ എൻ്റെ ഒരു നന്ദി ദൈവത്തോടും, അതുപോലെ തന്നെ കളിക്കളത്തിലേക്ക് ഇനി എനിക്ക് മുഖത്തൊരു ചിരി വെച്ചുകൊണ്ട് ഇറങ്ങാമല്ലോ, അതിൻ്റെ സന്തോഷവും ഞാൻ പറയുകയാണ്. എൻ്റെ ഭാര്യ ഒരിക്കലും എന്നെ കൈവിട്ടില്ല. വെസ്റ്റ് ഹാം യുണൈറ്റഡും അങ്ങനെ തന്നെ അവിടുത്തെ ഫാൻസ് അവരെനിക്ക് വേണ്ടി ആർത്ത് വിളിച്ചു. എൻ്റെ ഫാമിലിക്ക്, അതുപോലെ തന്നെ ഫ്രണ്ട്സിന്, എൻ്റെ ലീഗൽ ടീമിന്, എല്ലാവർക്കും താങ്ക് യു ഫോർ എവറിത്തിങ് എന്ന് ലൂക്കാസ് പക്വേറ്റ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ എത്താം.